89.6 FM Sargakshetra. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് എയർപോർട്ട് കോഴ്സുകളെ കുറിച്ചാണ്. നമ്മൾ ആക്ച്വലി എയർപോർട്ട് കോഴ്സ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് പൈലറ്റ് ആവുക, അല്ലെങ്കിൽ ഗ്ലാമറസ് ആയിട്ടുള്ള എയർ ഹോസ്റ്റസ് ജോബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതല്ല, ഇതിനപ്പുറം ഇനിയും ഒരുപാട് ജോലികളുണ്ട്. നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റാഫ് മേഖലയുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് കേട്ടറിയാനായിട്ട് പോവുകയാണ് നമ്മുടെ സ്വന്തം ഉയരയിലൂടെ. ആൻഡ് ഇക്കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് നിഷ മാം, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഏവിയേഷൻ ഫ്രം വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യുസാറ്റ് കളമശ്ശേരി. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ജോ, താങ്ക് യു. യെസ്. അപ്പം മാം, ഈ ഒരു ഞാനിപ്പം ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എയർപോർട്ട് കോഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറേ കോഴ്സുകളുണ്ട്. പക്ഷെ അതല്ല, അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റ് കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഏതൊക്കെ, എങ്ങനെയാണത്, എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഇനിയുള്ള 2 മണിക്കൂറുകൾ പാട്ടിനോടൊപ്പം കേട്ടറിയുന്നതായിരിക്കും അല്ലേ? അതെ അതെ. ഓക്കെ, എന്തായാലും പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം ഓരോ കോഴ്സുകളെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് നിഷ മാം, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏവിയേഷൻ ഫ്രം വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുസാറ്റ് കളമശ്ശേരി. മാം, നമ്മൾ എയർപോർട്ട് കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ആക്ച്വലി ഈ എയർപോർട്ട് കോഴ്സുകളിൽ ധാരാളം കേൾക്കുന്നത് ക്യാബിൻ ക്രൂ. പക്ഷേ ഈ ക്യാബിൻ ക്രൂ എന്താണ്, ഗ്രൗണ്ട് സ്റ്റാഫ് എന്താണ് എന്ന് ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങൾ ഉണ്ട്. അപ്പം എന്താണ് ഈ ക്യാബിൻ ക്രൂവിൻ്റെ ജോബ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ആ ഒരു ചോദ്യത്തോടു കൂടെ, അല്ലെങ്കിൽ ആ ഒരു സംശയം നികത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഉയരെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ജോ, ശരിയാണ്. ഒരുപാട് പേർക്കുള്ള സംശയമാണ് എന്താണ് ക്യാബിൻ ക്രൂ, എന്താണ് ഗ്രൗണ്ട് സ്റ്റാഫ്, അവിടെ എങ്ങനെ എയർപോർട്ടിൽ എങ്ങനെ വർക്ക് ചെയ്യാം, ഏതൊക്കെ കോഴ്സ് എടുക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത് ശരിക്കും അത് ഇൻഫ്ലൈറ്റിലാണ്, അത് ഫ്ലൈറ്റ് എയർക്രാഫ്റ്റിന്റെ അകത്ത് ചെയ്യുന്ന എംപ്ലോയീസ്, അതിനെയാണ് നമ്മൾ ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഫ്ലൈറ്റ് അറ്റൻഡൻസ് എന്ന് പറയുന്നത്. അവര് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റിന്റെ അകത്തായിരിക്കും അവരുടെ ജോലി വരുന്നത്. മെയിൻ ആയിട്ട് അവർക്ക് പാസഞ്ചർ സർവീസ് ആണ് അവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പാസഞ്ചറിന്റെ കംഫോർട്ട് സോൺ, അവരെ ഏറ്റവും കൂടുതൽ കംഫോർട്ടാക്കി അവരെ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ പാസഞ്ചർ സർവീസ് ഇൻ എയർക്രാഫ്റ്റ്. അതാണ് ക്യാബിൻ ക്രൂവിന്റെ മെയിൻ ഡ്യൂട്ടി. അത് ഈ ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുന്നത് നമുക്ക് സപ്പോർട്ട് സർവീസ്, അതൊരു എയർലൈൻസിന് വേണ്ടിയുള്ള സപ്പോർട്ട് സർവീസ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആണ് ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുന്നത്. അത് ഡിഫറെന്റ് ലെവലില് നമ്മൾ ഗ്രൗണ്ട് സ്റ്റാഫുകൾ ഉണ്ട്. അതായത് ഗ്രൗണ്ട് സ്റ്റാഫ്, ഗ്രൗണ്ട് ഹാൻഡ്ലർ എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് ഇപ്പോ എയർ ഇന്ത്യ സാറ്റ്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എയർ ഇന്ത്യ സാറ്റ്സ്, പിന്നെ ഗ്ലോബ് ഗ്രൗണ്ട്, ഇവരെല്ലാം ഗ്രൗണ്ട് ഹാൻഡ്ലേഴ്സ് ആണ്. അതായത് ഒരു എയർലൈനിന് വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയാണ് സ്റ്റാഫിനെ എടുക്കുന്നത്. ഇപ്പൊ ഡയറക്റ്റ് എയർലൈനിൽ നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഇപ്പോൾ എടുക്കാറില്ല. കാരണം ഒരു 10 അല്ലെങ്കിൽ 12 മെമ്പേഴ്സ് മാത്രമേ ഡയറക്റ്റ് എയർലൈൻ ഉണ്ടാവുള്ളൂ. ബാക്കി ഡ്യൂട്ടീസ് എല്ലാം ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലേഴ്സിന്റെ സപ്പോർട്ടാണ് ഉപയോഗിക്കുന്നത്. ഗ്രൗണ്ട് ഹാൻഡ്ലേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ആണ്. അപ്പോൾ ഈ കമ്പനിയിലേക്കാണ് ഇവരാണ് സ്റ്റാഫിനെ അവര് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോ നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഒരു എമിറേറ്റ്സിന്റെ സ്റ്റാഫാണ്, ഞാൻ എയർ ഇന്ത്യയുടെ സ്റ്റാഫാണ് എന്നൊക്കെ നമുക്ക് പറയും അല്ലേ. പക്ഷെ അവർക്ക് തന്നെ ഡയറക്റ്റ് സ്റ്റാഫും ഉണ്ട്, ഈ കമ്പനി എടുക്കുന്ന സ്റ്റാഫും ഉണ്ട്. അതിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അത് എല്ലാവർക്കും അത് അറിയണം എന്നില്ല. ഇപ്പോ എമിറേറ്റ്സിന്റെ ഡയറക്റ്റ് സ്റ്റാഫിന് കിട്ടുന്ന സാലറി എൻ്റെ ഡിഫറെന്റ് ആണ് ശരിക്കും പറഞ്ഞാല് നമുക്ക് കമ്പനി കൊടുക്കുന്നത്. കാരണം ഡയറക്റ്റ് സ്റ്റാഫിന് ഒരു 1 lakh കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലർ കൊടുക്കുന്നത് ചിലപ്പോ ഒരു 25 or 30 ഒക്കെ ആയിരിക്കും.
അതാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡയറക്റ്റ് എയർലൈൻ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലേ? ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. പിന്നെ ക്യാബിൻ ക്രൂവില് നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ നമുക്ക് 1 lakh 2 lakh above ആണ് വരുന്നത്. സാലറി നല്ലതാണ്, കാരണം അതനുസരിച്ചുള്ള ക്രൈറ്റീരിയ അവര് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു +2 കഴിഞ്ഞ ഏതൊരു കുട്ടികൾക്കും ഈ ക്യാബിൻ ക്രൂവിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ക്യാബിൻ ക്രൂ ആൻഡ് ഗ്രൗണ്ട് സ്റ്റാഫ് ഇത് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ കേട്ടു. ആൻഡ് ഇനി ഈ ഗ്രൗണ്ട് സ്റ്റാഫിൽ അടങ്ങുന്ന മേഖലകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ടാഗ് ലൈൻ പോലെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഉയരയുടെ ടോപ്പിക്കുമേ. എയർപോർട്ട് കോഴ്സുകളെ കുറിച്ചാണ്. പറക്കാൻ കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ എയർപോർട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇത് മാത്രമല്ലാതെ ഈ ഒരു മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. തുടങ്ങിയവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റാഫ് എന്താണ്, ക്യാബിൻ ക്രൂ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കേട്ടു. ആൻഡ് ഈ ക്യാബിൻ ക്രൂവിൽ അടങ്ങിയിട്ടുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് നിഷ മാം, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏവിയേഷൻ ഫ്രം വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കുസാറ്റ് കളമശ്ശേരി. മാം, എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റിൽ ഗ്രൗണ്ട് സ്റ്റാഫിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്? ഓക്കെ ജോ, ഗ്രൗണ്ട് സ്റ്റാഫില് നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അവിടെ പറയുന്നത് ഏരിയാസ് എന്നാണ്. ഇപ്പൊ റാമ്പ് ഏരിയ, ബാഗേജ് മേക്കപ്പ് ഏരിയ, പിന്നെ അറൈവൽ ഏരിയ, അങ്ങനെ ഒരുപാട് ബോർഡിംഗ് ഏരിയ അങ്ങനെയാണ് പറഞ്ഞത്. അതിന് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഗ്രൗണ്ട് ഹാൻഡ്ലർ ആണ് നമ്മളുടെ സ്റ്റാഫിനെ എടുക്കുന്നതെന്ന് പറഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 13 സ്റ്റാഫിന് ആവശ്യമുണ്ട്. ഈ 13 പേർക്കും ഓരോ അലോക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോ ടെർമിനലില് ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റ് ഒരു 13 പേരാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മൾക്ക് ചെയ്യാനായിട്ട് ചെക്ക് ഇൻ കൗണ്ടറിൽ നമ്മൾ ആ ചെക്ക് ഇൻ ഏരിയയിൽ നമ്മൾ ഒരു 5 പേരെ ഇരുത്തും. അതിൽ ഫസ്റ്റ് ക്ലാസ് ചെക്ക് ഇൻ കൗണ്ടറിൽ ഒരു സ്റ്റാഫ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ബിസിനസ് ക്ലാസ്സിൽ ഒരു 2 സ്റ്റാഫ് ഉണ്ടാവും. പിന്നെ ഇക്കോണമിയിൽ ഒരു 4 സ്റ്റാഫ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ അവരെ അലോക്കേറ്റ് ചെയ്ത് അവിടെ ഇരുത്തും. അതിനുശേഷമുള്ള ബാക്കി സ്റ്റാഫിനെ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് നമ്മൾ മാറ്റും. ബോർഡിംഗ് ഏരിയയിലേക്ക് മാറ്റുന്നു, പിന്നെ നമ്മളെ ബാഗേജ് മേക്കപ്പ് ഏരിയയിലേക്ക് മാറുന്നു, പിന്നെ റാമ്പ് ഏരിയയിൽ. അപ്പൊ ഒരു ഫ്ലൈറ്റ് ചെയ്യാനായിട്ട് ഈ 13 പേര് അല്ലെങ്കിൽ 14 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പൊ അവർക്ക് ഓരോ ദിവസവും ഡിഫറെന്റ് അലോക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലർ എന്ന് പറയുന്നത് എല്ലാ ഏരിയാസും ഹാൻഡിൽ ചെയ്യാനായിട്ട് അവര് റെഡി ആയിരിക്കും. കാരണം അവർ എല്ലാ ഏരിയാസിലും അവർക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പൊ ഇന്ന് ചെക്കിംഗ് കൗണ്ടറിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് നാളെ അറൈവലും കൈകാര്യം ചെയ്യാം. അറൈവൽ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് റാമ്പ് ഏരിയ കൈകാര്യം ചെയ്യാം. പിന്നെ റാമ്പ് ഏരിയ കൈകാര്യം ചെയ്ത് എക്സ്പെർട്ടൈസ് ഒരാൾക്ക് ലോഡ് ആൻഡ് ട്രിം അതായത് ഫ്ലൈറ്റ് ബാലൻസിങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏരിയയും കൈകാര്യം ചെയ്യാം. അങ്ങനെ പല സെക്ഷൻസ്. പിന്നെ സെക്യൂരിറ്റി ഏരിയ ഉണ്ട്, പിന്നെ സെക്യൂരിറ്റി സ്ക്രീനിങ് ഏരിയ ഉണ്ട്, അത് എയർലൈൻ സെക്യൂരിറ്റി ഉണ്ട്, എയർപോർട്ട് സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ ഡിഫറെന്റ് ഏരിയാസ് ആണ് നമുക്കിവിടെ വരുന്നത് ജോ. ഓക്കെ, ഇതാണ് ഈ ഗ്രൗണ്ട് സ്റ്റാഫിൽ അടങ്ങിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അല്ല, ഏരിയാസ് അല്ലേ. 13 മേഖലകളാണ് അല്ലെങ്കിൽ 13 സ്റ്റാഫുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. ഇപ്പം ഞാൻ ഓർക്കുമായിരുന്നേ, ഗ്രൗണ്ട് സ്റ്റാഫിലുള്ള ഒരാൾ ആക്ച്വലി അതിനകത്തുള്ള എല്ലാം അല്ലേ അറിയുന്നുണ്ട്. അവരതിലൂടെ എല്ലാം പ്രോസസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനകത്ത് ഭയങ്കര എക്സ്പേർട്ടുകളാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എയർപോർട്ട് കോഴ്സുകളെ കുറിച്ചാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്, ഈ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര.
വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എയർപോർട്ട് കോഴ്സുകളെ കുറിച്ചാണ്. ആൻഡ് ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് നീഷ മാം, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏവിയേഷൻ ഫ്രം വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കുസാറ്റ്, കളമശ്ശേരി. മാം, ഈ ക്യാബിൻ ക്രൂ, ഗ്രൗണ്ട് സ്റ്റാഫ് ഡിഫറൻസിയേഷൻ കേട്ടു, ഗ്രൗണ്ട് സ്റ്റാഫിൽ അടങ്ങിയിട്ടുള്ള ഏരിയാസിനെ കേട്ടു. ആൻഡ് ഈ ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് മേഖലയെ കേട്ടപ്പം കൊള്ളാലോ എന്ന് അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പം കേട്ടപ്പം ഈ ജോലി കൊള്ളാം എന്ന് തോന്നിയ ഒരാൾ ഏതൊക്കെ കോഴ്സുകളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട്? ഓക്കെ, ഇപ്പൊ നമുക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഡിഗ്രി മസ്റ്റ് ആയിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ഡിഗ്രി ക്വാളിഫൈഡ് ആയ ഒരാൾക്ക് പിന്നെ ഒരു ഏവിയേഷൻ ഒരു കോഴ്സും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഡിപ്ലോമ കോഴ്സും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഡയറക്റ്റ് എയർലൈനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിലേക്ക് അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ പാസ്സാവാം, അറ്റൻഡ് ചെയ്ത് പാസ്സാവുന്നതാണ്. പക്ഷെ ഇവർക്ക് വേണ്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് വേണ്ടത്. പിന്നെ അവരുടെ ഒരു നല്ല സ്മാർട്ട് ആയിരിക്കുക. ഒരു ഇൻട്രോവേർട്ട് ആയ ഒരു ക്യാരക്ടർ ആയ ഒരാൾക്ക് ഒരിക്കലും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും നല്ല എക്സ്ട്രോവേർട്ട് ആയിട്ട് ഒരു സോഷ്യൽ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു കുട്ടിക്ക് ആർക്ക് വേണമെങ്കിലും ഡിഗ്രി ക്വാളിഫൈഡ് ഒരാൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാബിൻ ക്രൂ ആണെങ്കിൽ +2 കഴിഞ്ഞ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, നല്ല ഫേസ് ഒക്കെ നല്ല സ്മൂത്ത് ആണ്, അല്ലെങ്കിൽ നല്ല ക്ലിയർ ആണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കും ഹൈറ്റും വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ കളറിന്റെ ഡിഫറൻസിയേഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഞാൻ ആക്ച്വലി അത് ചോദിക്കാനായിട്ട് വരുമായിരുന്നു. മാം എന്റെ മനസ്സറിഞ്ഞ് പറഞ്ഞ പോലെ കളറിൽ ശരിക്കും ചില കുട്ടികൾ എനിക്ക് കറുത്ത കളറാണ്, എനിക്ക് ഇരുണ്ട നിറമാണ്, എനിക്ക് വെളുത്ത നിറമില്ല എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതിവിടെ അങ്ങനെയൊന്നും ഇല്ല. കാരണം കളറിൽ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് നിങ്ങളുടെ മുഖം അല്ലെങ്കിൽ ഫേസ് ക്ലിയർ ആയിരിക്കുക, നിങ്ങളുടെ ഹൈറ്റും വെയിറ്റ് ഒക്കെ നോക്കുക, ക്ലിയർ ആയിരിക്കുക. പിന്നെ നിങ്ങൾ നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുക. പിന്നെ എപ്പോഴും നല്ല ഫേസ് സ്മൈൽ ഓൺ യുവർ ഫേസ് എന്ന് പറയുന്നവരെ അത്രയും മാത്രമേ നമ്മൾ ക്യാബിൻ ക്രൂവിൽ നോക്കുന്നുള്ളൂ. ഒരുപാട് പേർക്ക് ഇപ്പോ ക്യാബിൻ ക്രൂവിൽ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് കിട്ടുന്നുണ്ട് ഇൻഡിഗോയിലും. കാരണം കൂടുതൽ കുട്ടികൾ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട്. നേരത്തെ ഒരു ഫിയർ പോലെയായിരുന്നു ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ, എന്തോ ഒരു പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് വന്ന് അറ്റൻഡ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ ക്യാബിൻ ക്രൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ് ആകാനായിട്ട് വേണ്ട കോഴ്സ് ഏതാണ് എന്നുള്ളത് നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പം അവർക്ക് +2 കഴിഞ്ഞിട്ട് അവർ ഏത് കോഴ്സാണ് മാം അപ്ലൈ ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്ക് ഏവിയേഷൻ കോഴ്സ് ആണ് എടുക്കേണ്ടത്, അപ്പൊ അതിനകത്ത് തന്നെ അടങ്ങിയിട്ടുള്ളതാണോ ഈ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ഇതൊക്കെ? അതായത് ഇപ്പൊ നമുക്ക് BBA ഏവിയേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ എനി ഡിഗ്രിയും പ്ലസ് ഏതെങ്കിലും ഡിപ്ലോമ ഏവിയേഷനിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ എടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ എനി ഡിഗ്രി ആണ്, ഇപ്പൊ BCom ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഏവിയേഷനിൽ എടുത്താലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി വിത്ത് ഏവിയേഷന്റെ ഡിപ്ലോമയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പൊ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് ഏവിയേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ആ കോളേജിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് ഏവിയേഷൻ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള കുട്ടികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്തുമാത്രമായിരിക്കും? ഡ്യൂറേഷൻ കോഴ്സിന് നമുക്ക് 6 months കോഴ്സ് ഉണ്ട്, 1 year കോഴ്സ് ഉണ്ട്. ഇപ്പൊ അയാട്ട കോഴ്സ് ഉണ്ട്. അയാട്ട എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആയ കോഴ്സാണ് അയാട്ട. അത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇപ്പൊ ഡിഗ്രി പ്ലസ് അയാട്ട എടുത്തിട്ടുണ്ടെങ്കിൽ അതും ക്വാളിഫൈഡ് ആണ്. ഇപ്പൊ 6 months അയാട്ടയോ 1 year അയാട്ടയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എയർപോർട്ടിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് വരികയാണെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സൂപ്പർവൈസർ പോസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഡ്യൂട്ടി മാനേജർ പോസ്റ്റ് വരുന്നു. എവറി 3 months നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളവിടെ. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും പോസ്റ്റുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, സാലറി ഹൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇപ്പൊ PG ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ ആ ഏറ്റവും കൂടുതൽ ക്വാളിഫൈഡ് ആയ ആരാണോ, പ്ലസ് എക്സ്പീരിയൻസ്ഡ് ആയ ആരാണോ, പ്ലസ് സ്മാർട്ട് ആയ ആരാണോ അവർക്കായിരിക്കും പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി പ്ലസ് ഏതെങ്കിലും ഒരു അയാട്ട കോഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സോ ആണ് ഇതിലേക്ക് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗിന് ആവശ്യമുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു കോഴ്സിന് ആവശ്യമുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതിന്റെ ഡ്യൂറേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ആൻഡ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അങ്ങ് ചോദിച്ചിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. ഇപ്പം ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള എൻട്രൻസ് എക്സാമോ അവൈലബിൾ ആണോ മാം? ഇല്ല, ഇത് ഇങ്ങനെ ഒരു എൻട്രൻസ് എക്സാമിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല.
നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആണെങ്കിൽ ഒരു പ്ലസ് ഡിപ്ലോമ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജോലി നേടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈസിലി ഒരു ജോലി കിട്ടാനായിട്ട് പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഇത്. പക്ഷെ നമ്മുടെ ടാലന്റ് പോലെ തന്നെ ഇരിക്കും അല്ലേ? അതെ, നിങ്ങളുടെ ഒരു സ്മാർട്ട്നെസ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പവർ, അതാണ് ഇതിലേക്ക് വേണ്ടത് നമുക്ക്. ആ എനർജി എത്രമാത്രം നിങ്ങൾക്കുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു അംബീഷൻ ഉണ്ടായിരിക്കണമല്ലോ. ഇപ്പൊ ഞാനൊരു 5 years ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്തതാണ്. ആ സമയത്തുണ്ടായ നമ്മൾക്ക് ആ ഓർമ്മകൾ ഇപ്പോഴും, ഞാനിപ്പോ ടീച്ചിങ്ങിലേക്ക് വന്നെങ്കിൽ കൂടെ അതൊരു എന്താ പറയാ സ്റ്റിൽ ആ ഒരു അൺബ്രേക്കബിൾ ആയിട്ട് നിൽക്കുകയാണ്. മൈൻഡ് ബ്ലോയിങ് മെമ്മറീസ് ആണ് നമുക്കുള്ളത്. അടിപൊളി. അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസും ഒക്കെ ഈ ഒരു ഫീൽഡിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ മാം പറഞ്ഞു. അപ്പം എന്തായാലും ഈ ഒരു കോഴ്സിനോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ കേട്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സോ യെസ്, എയർപോർട്ട് കോഴ്സുകളെ കുറിച്ചാണ് കേൾക്കുന്നത്. ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് എയർപോർട്ട് കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഗ്രൗണ്ട് സ്റ്റാഫ് മേഖലയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മേഖലയിൽ എന്തൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ, അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്താണ്, ക്യാബിൻ ക്രൂ, അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റാഫ്, ഇവരുടെ വ്യത്യാസം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നിഷ മാം, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏവിയേഷൻ ഫ്രം വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കുസാറ്റ് കളമശ്ശേരി. മാം ആണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. മാം, നമ്മൾ ഈ കോഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അറിയേണ്ടതായിട്ടുള്ളത്, ഈ ഗ്രൗണ്ട് സ്റ്റാഫ് ട്രെയിനിങ്ങിൽ ഒരാൾ ജോയിൻ ചെയ്തതിന് ശേഷം എന്തൊക്കെ സ്കിൽസ് ആണ് അവരുടെ ഇംപ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ എങ്ങനെയാണ് ഇവരെ മാറ്റി മറിക്കുന്നത്? അത് ഓഫ് കോഴ്സ് അതിന് മെയിൻ സ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് അവർ നല്ല സ്മാർട്ടായിട്ട്, ബേസിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമർ സർവീസ് ആണ്. അപ്പോൾ അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്കില്ല്, പിന്നെ അവരുടെ ഗ്രൂമിങ്, മെയിൻ ആയിട്ട് അവരുടെ ഗ്രൂമിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു ചെക്കിംഗ് കൗണ്ടറിൽ ഇരിക്കുന്ന ഒരു പാസഞ്ചറിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്റ്റാഫ് എപ്പോഴും അവരോട് നല്ല രീതിയിൽ കംഫോർട്ട് സോണിൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം. കാരണം ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സ് ഉണ്ടാവാം. അപ്പൊ അവർക്ക് അറിയില്ല. അപ്പൊ ഡിഫറെന്റ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് കൂടാതെ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയാമെങ്കിൽ കൂടെ നല്ലതാണ്. കാരണം ഇപ്പൊ ഒരുപാട് ഫോറിനേഴ്സും വരുന്നതാണ്. അപ്പൊ അവരും ദേ വിൽ ബി വെരി ഹാപ്പി. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. അത് കൂടാതെ തന്നെ നമ്മൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അവരെ നമ്മളിപ്പോ ഒരു കുട്ടി നമ്മളുടെ കോളേജിൽ പഠിക്കാൻ വരുമ്പോൾ നമ്മൾ അവരെ മെയിൻ ആയിട്ട് അവരെ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റിയിലോട്ടാണ്. കാരണം നമ്മൾ എപ്പോഴും ഇതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്. വി ആർ ഡൂയിങ് ദ സർവീസ് ടു ദ പാസഞ്ചേഴ്സ്. അപ്പൊ നമ്മൾക്ക് അതുപോലെയുള്ള ഒരു മെന്റാലിറ്റി ആ സ്റ്റുഡൻസിന് കൊടുക്കണം, ആ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം ചിലപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആവാം, ഫ്ലൈറ്റ് AOG എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഓൺ ഗ്രൗണ്ട് ആവാം. ഈ സമയത്ത് പല രീതിയിലായിരിക്കും പാസഞ്ചേഴ്സ് അവരോട് റിയാക്ട് ചെയ്യുന്നത് അല്ലേ? ആ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന പാസഞ്ചറിനോട് ഒരു സ്റ്റാഫ് എങ്ങനെ തിരിച്ച് ബിഹേവ് ചെയ്യണം? നമ്മളെപ്പോഴും ശാന്തമായിട്ട് തന്നെ അവരോട്, എപ്പോഴും നമ്മുടെ ഫേസിൽ ആ സ്മൈല് മാറാതെ നല്ല രീതിയിൽ അവരോട് ഇടപഴകാനായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അവർക്കുണ്ടാവണം. അതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് വരുന്നത്. കാരണം ഇപ്പോ ഒരു ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ തന്നെ പാസഞ്ചേഴ്സ് പെട്ടെന്ന് ഷൗട്ട് ചെയ്യും അല്ലെ? ആ ഷൗട്ട് ചെയ്യുമ്പോൾ എത്രമാത്രം അവരോട് നല്ല രീതിയിൽ സംസാരിച്ചാലാണ് അവരെ ഒരു സ്മൂത്ത് ആൻഡ് കാം ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മളെപ്പോഴും നോക്കേണ്ടതാണ്. പിന്നെ ഒരു ബാഗേജ് മിസ് ഹാൻഡ്ലിംഗ് വരികയാണ്. അത് വരുമ്പോ നമ്മൾ ഉറപ്പായിട്ടും പാസഞ്ചേഴ്സ് അവർക്ക് ദേഷ്യം വരാതിരിക്കില്ല അല്ലെ? ഈ സാഹചര്യത്തിലും നല്ലൊരു പേഴ്സണാലിറ്റിയും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവരോട് നല്ല രീതിയിൽ ടാക്ടിക്കലായിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിലാണ് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എയർപോർട്ടിൽ എമർജൻസി ആയിട്ട് എന്ത് സിറ്റുവേഷനും വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? എന്ത് സിറ്റുവേഷനും നമുക്ക് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ ആ സ്റ്റാഫിനെ മാറ്റുന്നു.
അതാണ് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ സ്കിൽസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ DGR ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഫയറോ ബോംബ് ത്രെറ്റ് എന്ത് വന്നാലും അത് എങ്ങനെ നമ്മൾ അവരെ ഫേസ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർക്ക് ട്രെയിനിങ് ഒരുപാട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഏതൊരു എയർലൈനിൽ ഒരു സ്റ്റാഫിന് എടുത്തു കഴിഞ്ഞാൽ ഒരു 3 months അല്ലെങ്കിൽ 6 months ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ഈ ട്രെയിനിങ് പീരീഡിൽ നമ്മൾ ഒരുപാട് സ്കിൽസ് അവർക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് ഈ ട്രെയിനിങ്ങും കൊടുക്കും. കാരണം എങ്ങനെയാണ് ഈ പാസഞ്ചറിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏതെങ്കിലും സിറ്റുവേഷൻ അവർക്ക് ഒരുപാട് സിറ്റുവേഷൻസ് അവർക്ക് സ്ട്രെസ് ഉണ്ടാവും അല്ലെ. ചിലപ്പോ ക്ലൈമാറ്റിക്കൽ ചേഞ്ചസ് വരാം, ചിലപ്പോ ഫ്ലഡ് വരാം, എന്ത് വേണമെങ്കിലും. അപ്പോഴും നമ്മൾ പ്രൊആക്റ്റീവായിട്ട് ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യാനായിട്ട് റെഡിയാവുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും സ്കിൽസും നമ്മൾ എന്തായാലും അവർക്ക് കൊടുത്തിരിക്കണം. ആ ഒരു സ്കില്ല് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം, അവർക്കൊരു സെൽഫ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവും ആ ഒരു സ്റ്റാഫിനുണ്ടായിരിക്കണം. ഇപ്പൊ ഒരു സെക്യൂരിറ്റി റിസ്ക് വന്നാൽ പോലും അതിൽ ഒറ്റയ്ക്ക് തീരുമാനം, ഇപ്പൊ വേറൊരു സൂപ്പർവൈസർ ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ ആ സ്റ്റാഫ് തന്നെ സ്വയം തീരുമാനം എടുത്ത ഒരു കാര്യത്തിൽ നല്ല രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു കഴിവ് കൂടി ഈ ഒരു സ്റ്റാഫിന്, എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനുണ്ടായിരിക്കണം. അതാണ് സെക്യൂരിറ്റി റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സ്കില്ലാണത്. അപ്പൊ അതിന് ഈ സ്കില്ലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞ ഒരാള് മൊത്തത്തിൽ മാറി തന്നെയാണ് വരുന്നത് അല്ലേ? ഓൾറെഡി അങ്ങനെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി മാറും നമ്മൾ, ഓഫ് കോഴ്സ്. ആൻഡ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ആക്കും. ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ടോളറൻസ് ഭയങ്കരമായിട്ടും വേണ്ട ഒരു ഫീൽഡ് തന്നെയാണ്. ഇപ്പോഴാണെങ്കിലും കുറേ പേര് യൂട്യൂബ് ചാനൽസ് ഉണ്ടല്ലോ, കുറേ എയർ ഹോസ്റ്റേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ അവരുടെയൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ പറയും നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വരും, ഇതൊക്കെ വരാം, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പല മേഖലയിൽ ഈ ഒരു എയർപോർട്ട് കോഴ്സിലൂടെ ഒരാൾ കടന്നു പോകുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ മാറി മറിയുന്നുണ്ട്. സോ ഇങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് തന്നെ സംഭവിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ്. നമ്മൾ കുറേ കൂടെ ഒരു കാം ആൻഡ് സ്മൂത്ത് ആൻഡ് എങ്ങനെയൊക്കെ നമ്മൾ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ പഠിച്ചു തരും. എത്ര ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ പോലും അവർ നല്ലൊരു ക്യാരക്ടറിലേക്ക് മാറും എന്നുള്ളതും കൂടെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഒരു ക്യാരക്ടർ ചേഞ്ച് വരുന്നുണ്ടല്ലേ മാം? യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ എയർപോർട്ട് കോഴ്സുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കോഴ്സുകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മാം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്, പാസഞ്ചേഴ്സിനോട് നമ്മൾ ചെയ്യുന്ന ഒരു സർവീസാണ്. സോ അവരെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, പലതരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, സ്മൂത്തായിട്ട് കാമായിട്ട് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എയർപോർട്ട് കോഴ്സുകളെ കുറിച്ച് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂർ, കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് നിഷ മാം ആണ്, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏവിയേഷൻ ഫ്രം വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുസാറ്റ്, കളമശ്ശേരി. മാം, എയർപോർട്ട് കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞത് ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡിനെ കുറിച്ചാണ്. ആൻഡ് ഈ ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് ഫീൽഡിലേക്ക് ചെന്നാൽ എനിക്കൊരു ഉറപ്പായിട്ടുള്ള ഒരു ജോലി കിട്ടുമോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ കാലത്ത് ഈ ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് കോഴ്സിലേക്ക് ഞാൻ അന്ന് ഇറങ്ങി തിരിക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളുടെ ഒരു അവർക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അപ്പം ഈ 2024 അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ഈ കോഴ്സിന്റെ നീഡ് ആൻഡ് ഡിമാൻഡ് എന്തുമാത്രമാണ്? ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ട്രാഫിക് ഏവിയേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു സിനാരിയോ, ഒരു വീട്ടിൽ നിന്ന് ഒരു മിനിമം ഒരു 2 പേരെങ്കിലും ഇപ്പൊ എബ്രോഡ് ഉണ്ട് ഇല്ലേ? നമ്മൾക്ക് ഒരു ഫാമിലി എടുക്കുകയാണെങ്കിൽ തന്നെ അത്രയും കുട്ടികൾ നമ്മുടെ പുറത്തേക്ക് പഠിക്കാൻ പോവുകയാണ്. ഇതിൽ തന്നെ നമ്മൾക്ക് പണ്ട് പറയുന്നത് പോലെ തന്നെ പണ്ട് നമുക്ക് KSRTC ബസ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആയിരുന്നു കൂടുതൽ തിരക്ക് കാണുന്നത് അല്ലേ ജോ? ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് കാണാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് നമ്മളുടെ എയർപോർട്ടില്. ഇപ്പോ ഇയർലി ആണ് ഇവർക്ക് ഇപ്പൊ ലീവ് കിട്ടുകയാണെങ്കിൽ ഇവരിപ്പോ ഒരു UK പോയിക്കുന്ന ഒരു കുട്ടി എത്ര പ്രാവശ്യമാണ് നാട്ടിലേക്ക് വരുന്നത്? അപ്പൊ അത്രയും ട്രാഫിക് ഉള്ള ഒരു ഫീൽഡായിട്ട് മാറിയിരിക്കുകയാണ് ഏവിയേഷനിൽ എയർപോർട്ട് എന്ന് പറയുന്നത്.
അപ്പോൾ എയർപോർട്ടിൽ അത്രയും എയർലൈൻസ് വരുന്നു. എയർപോർട്ടിൽ ഒരുപാട് എയർലൈൻസിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റാഫിന് ആവശ്യമുണ്ട്. അപ്പോ ഒരിക്കലും ഏവിയേഷൻ കോഴ്സ് എടുത്ത് പഠിച്ചൊരു കുട്ടി ഒരിക്കലും വെറുതെ ജോലി ഇല്ലാതെ ഇരിക്കുന്നു എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ അത്രയും സ്മാർട്ടും ആയിരിക്കണം കേട്ടോ കുട്ടി. പിന്നെ നമ്മൾ ഒരിക്കലും ഒരു ജോലി നമ്മളെ തേടി വരില്ല, നമ്മൾ ആ ജോലിയെ തേടി ചെല്ലുക. ഇന്റർവ്യൂ ഉള്ള സ്ഥലത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യും. ഇപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് നമ്മുടെ കോളേജിലൊക്കെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ അവരെ ഇൻഫോം ചെയ്യും. അതനുസരിച്ച് അവർ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അങ്ങനെ അവർക്ക് ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ആർക്കും നേടിയെടുക്കാൻ പറ്റിയ സ്മാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലി നേടിയെടുക്കാൻ പറ്റിയൊരു ഫീൽഡ് തന്നെയാണ്. കാരണം ഇപ്പൊ എയർപോർട്ടിൽ അത്രയ്ക്കും ട്രാഫിക് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് എയർലൈൻസ്, പുതിയ പുതിയ എയർലൈൻസ് വരുന്നു, പുതിയ പുതിയ സ്റ്റാഫിനെ അവർക്ക് ആവശ്യം വരുന്നു, ടെർമിനൽസ് വരുന്നു. എയർപോർട്ടിൽ തന്നെ എത്ര ടെർമിനൽസ് പുതിയത് വരുന്നു അവർക്ക്. ഇവിടെ എല്ലാം സ്റ്റാഫിന് ആവശ്യമുണ്ട്. അപ്പൊ ഇതനുസരിച്ച് തന്നെ നമുക്ക് അതനുസരിച്ചുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് വരികയാണ്. അപ്പോ ഏതൊരാൾക്കും ഇത് പഠിച്ചത് കൊണ്ട് ഒരിക്കലും വെറുതെ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ആഡപ്പ് ചെയ്യാം. എയർപോർട്ടിൽ മാത്രമല്ല ഇവർക്ക് പഠിച്ചാല് വേക്കൻസി വരുന്നത്. ഇപ്പൊ നമ്മൾക്ക് ട്രാവൽ ഏജൻസികളിൽ വേക്കൻസി ഉണ്ട്, ടൂർ ഓപ്പറേഷനിൽ വേക്കൻസി ഉണ്ട്. ഇപ്പൊ ഫുൾ കുത്തിയിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവർക്ക് ട്രാവൽ ഏജൻസി പോവാം ഈ കോഴ്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവർക്ക് ടൂർ ഓപ്പറേഷനിലേക്ക് പോവാം. ഇപ്പോ എയർപോർട്ടിലെ എക്സ്പീരിയൻസ് എടുത്ത ആൾക്കാരെ VVIP പേഷ്യൻസിന് നോക്കാനായിട്ട് ഇപ്പൊ ആസ്റ്റർ മെഡിസിറ്റി പോലെയുള്ള ഹോസ്പിറ്റൽസ് പോലും ഇപ്പൊ എയർപോർട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിനെ അവർ സെർച്ച് ചെയ്യുന്നു GREയിലേക്ക്, ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട്. അങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റി വൈഡ് വെറൈറ്റി ആയിട്ട് കിടക്കുകയാണ് നമ്മളുടെ മുൻപില്. എയർപോർട്ടിൽ തന്നെ പല എയർലൈൻസിലും, ഇന്റർനാഷണൽ എയർലൈൻസിൽ ഇവർക്ക് അപ്ലൈ ചെയ്യാം, ഡൊമസ്റ്റിക് എയർലൈൻസിൽ അപ്ലൈ ചെയ്യാം. അപ്പോ ഇതിന്റെ ജോലി സാധ്യത എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും ജോലി സാധ്യതയാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് വേറൊരു കാര്യവും കൂടി പറയാം ഇതിന്റെ ഒപ്പം തന്നെ. കാരണം ഈ ഒരു പെൺകുട്ടികൾക്ക് ഒരു പരിധി വരെ എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ടീച്ചിങ്ങിലേക്ക് ഇറങ്ങാം. ഏവിയേഷനിൽ ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അവർക്ക് ടീച്ചിങ്ങിലേക്ക് പോവാം. അതിന്റെ ഒപ്പം തന്നെ അവർക്ക് പെർ അവർ അവർക്ക് സാലറി അറൌണ്ട് 800 to 1,200 അത് നോർമൽ സാലറി അവർക്ക് കിട്ടുന്നതായിരിക്കും പെർ അവർ ഇഫ് ദേ ഹാവ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ മാം ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണ് ഈ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാൻ പറ്റുക? ഒരു 2 to 3 years സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അവർക്ക് ഇനഫ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. PG മസ്റ്റ് ആയിട്ട് വേണം കേട്ടോ. ഒരു ഡിഗ്രി ഉള്ള ഒരു കുട്ടി ഒരാൾക്ക് ഒരു ടീച്ചിങ്ങിലേക്ക് ഇറങ്ങാനായിട്ട് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് സമ്മതിക്കില്ല. അപ്പോ PG ഉണ്ട്, അവർക്ക് ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങാം. പെർ അവർ അവർക്ക് സാലറി കിട്ടുന്നതായിരിക്കും. മന്ത്ലി ആണെങ്കിൽ അതുപോലെയും സാലറി കിട്ടുന്നതായിരിക്കും. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഫീൽഡ് എടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും ജോലി ഇല്ലാതിരിക്കില്ല. ഡാം ഷുവർ അബൌട്ട് ഇറ്റ്. അതവിടെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നതും. അതിന്റെ നീഡ് ആൻഡ് ഡിമാൻഡ് ഒരിക്കലും കുറയുന്നില്ല, കൂടിക്കൊണ്ടേ ഇരിക്കുക അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ, അപ്പം എയർപോർട്ട് കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വൈഡ് വെറൈറ്റി ഓഫ് ചാൻസസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു മേഖലയാണെങ്കിലും അതിന് ചില പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. സോ ഈ മേഖലയിൽ ഉള്ള പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം ഉയരയിലൂടെ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് നിഷ മാം, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏവിയേഷൻ ഫ്രം വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കുസാറ്റ് കളമശ്ശേരി. മാം, നമ്മൾ ഈ എയർപോർട്ട് കോഴ്സുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ വൈഡ് വെറൈറ്റീസ് നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഓക്കെ, ഇപ്പം മാം ഉറപ്പായിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈക്ക് ഈ ഒരു കോഴ്സ് എടുത്ത ഒരാൾ ഒരിക്കലും ഒരു ജോലി ഇല്ലാതെ ഇരിക്കില്ല. പക്ഷേ നമ്മുടെ ഒരു സ്മാർട്ട്നെസ്സും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെ, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനിടയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്ത്, ഇയർലി ആണ് ഇവർക്ക് അവധി കിട്ടുക എന്നൊക്കെ പറഞ്ഞു. സോ ഏതൊരു മേഖലയിലും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അപ്പം ഈ ഒരു മേഖലയിൽ അടങ്ങിയിട്ടില്ല. ഇപ്പം മാമിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഇപ്പം പറഞ്ഞു പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലാതെ എന്തൊക്കെ തരത്തിലുള്ള പ്രോസ് ആൻഡ് കോൺസ് ആണ് ഈ ഫീൽഡിൽ ഉള്ളത്? അത് മെയിൻ ആയിട്ട് ഇപ്പോ ജോ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു പെട്ടെന്നൊരു ലീവ് ആവശ്യമുണ്ട്.
നമുക്ക് എപ്പോഴും ലീവ് എടുക്കാൻ പറ്റിയൊരു ഇൻഡസ്ട്രി അല്ല ഇത്. നമുക്ക് കാരണം നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇപ്പോ ഓരോ അലോക്കേഷൻസ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ലീവ് അല്ലാതെ വേറൊരു ലീവ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തൊക്കെ വേണം. നമ്മൾ ആ ലീവ് സാങ്ഷൻ ആക്കി കിട്ടിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. കാരണം അറിയാലോ, ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈവാണ്. അവിടെ നമുക്കൊരാൾ അവിടെ ഇല്ല എങ്കിൽ അതിന്റെ ആബ്സെൻസ് വളരെ വലുതാണ്. ഇപ്പൊ ഓൺ ടൈം പെർഫോമൻസ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഫ്ലൈറ്റ് ഒരു 5 മിനിറ്റ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ എയർലൈൻ അത്ര എമൗണ്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു അല്ലെ. അപ്പൊ അന്നത്തെ സൂപ്പർവൈസർ ലീവ് ആണെങ്കിൽ ആ സൂപ്പർവൈസർ ചെയ്യേണ്ട ഒരുപാട് ഡ്യൂട്ടീസ് അവിടെ നമുക്ക് മിസ്സാവുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഫ്ലൈറ്റ് ആ പേരിൽ നമുക്ക് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് വളരെ ഭയങ്കര ഒരു ഇതായിരിക്കും, നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ അത് വരും. അപ്പൊ അതാണ് ഒരു മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ്. നമ്മളപ്പോ നമുക്ക് ലീവ് എടുക്കാൻ പാടില്ലെന്നല്ല, നമുക്ക് എടുക്കാം, പക്ഷെ അത് പ്രയർ ആയിട്ട് ഇൻഫോം ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ ആരെങ്കിലും അവിടെ വെക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ സൂപ്പർവൈസറാണ്, വേറെ സൂപ്പർവൈസർ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ തന്നെ അവരോട് പറഞ്ഞ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഏർപ്പെടുത്തിയിട്ട് വേണം. ഈവൻ നേഴ്സുമാർ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ പെട്ടെന്നൊരു എമർജൻസി ലീവ് വേണമെങ്കിൽ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ഒരാളെ അവർ തന്നെ കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് അങ്ങനെ ലീവ് എടുത്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്നത് ഓൺ ടൈം പെർഫോമൻസ് ആണ്. ഓൺ ടൈം പെർഫോമൻസ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഓൺ ടൈമിൽ വിടുക, അത് നമ്മൾക്ക് എപ്പോഴും ഒരു ത്രെറ്റ് ആണ്. കാരണം നമ്മൾ കാരണം ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പെർഫോമൻസ് കാരണം ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മളുടെ സീനിയേഴ്സിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടി മാനേജറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് അവര് വഴക്ക് പറയും. കാരണം നമ്മൾ അതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം, അത് നെഗറ്റീവായിട്ട് എടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ജോബിൽ എപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് വരുന്നതാണ് അല്ലേ ജോ? അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ഉള്ളത് പെൺകുട്ടികൾക്ക് നമുക്കിപ്പോ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമായി വരാറുണ്ട്. അതുകൊണ്ട് അവര് ഒരു ആഫ്റ്റർ മാരേജ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല, ഈ നൈറ്റ് ഷിഫ്റ്റുകൾ മാറി മാറി വരുന്നത് കൊണ്ട്. അപ്പോൾ അവര് ഇതുപോലെ തന്നെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങാൻ ഉണ്ട് നമുക്ക്. പക്ഷെ എയർപോർട്ടില് ആംബിഷൻ ഭയങ്കര കൂടുതൽ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരാം, ഈ ഷിഫ്റ്റ് മാറി മാറി വരുന്നത്. അല്ലാതെ ബാക്കി ഒന്നും എനിക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പേഴ്സണലി പറഞ്ഞാൽ ഐ ആം സോ ഹാപ്പി. ഐ വാസ് വർക്കിംഗ് ഇൻ എയർപോർട്ട്. ഐ ആം സോ ഹാപ്പി ദാറ്റ് ടൈം. ഈവൻ സ്റ്റിൽ യെസ്, അതാണ് ആ ഒരു ഇൻനോട്ടിലാണ് മൊത്തം. ഈവൻ സ്റ്റിൽ യു ആർ സോ ഹാപ്പി. ഓക്കെ, എന്തായാലും ആ ഒരു ഹാപ്പിനെസ് ഇത് ഡ്രീം ചെയ്യുന്ന പലർക്കും കിട്ടട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്, വിഷ് ചെയ്യുകയാണ്. സോ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം, അറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ചിറകുകളെ എങ്ങനെ നമ്മൾ അതിഗംഭീരമായിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കാരണം എയർപോർട്ട് കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. ഈ കോഴ്സുകളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് നിഷ മാം, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏവിയേഷൻ ഫ്രം വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കുസാറ്റ് കളമശ്ശേരി. മാം, നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് മാം അനുഭവിക്കുന്ന ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ജോബ് ഡ്രീം ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷനായി മാറി ആ ഒരു വാക്കുകൾ. ആൻഡ് അവരുടെ ആ ഒരു ഡ്രീം ഒരിക്കലും ഞാൻ സെലക്ട് ചെയ്തത് മോശമായി പോവരുത് എന്ന് ഭാവിയിൽ ചിന്തിക്കാതിരിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇവർ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഭയങ്കര ഡ്രീമോടുകൂടി ആയിരിക്കും ചില സ്ഥലങ്ങളിൽ ചെല്ലുന്നത്. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. സോ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാരണം അതിന്റെ റെപ്യൂട്ടേഷൻ, അത് എത്ര വർഷങ്ങളായ തുടങ്ങിയിട്ട്, അതിനു മുൻപ് അവിടെ പഠിച്ചവർക്ക് ഇതിനു മുൻപ് അവർ ജോബ് കൊടുത്തിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വേണം നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ അത് റെക്കഗ്നൈസ്ഡ് ആണോ? ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇറങ്ങുന്നുണ്ട്. ചിലപ്പോ നിങ്ങൾ
ഇപ്പൊ പെട്ടിക്കട പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് അല്ലെ. അതിന് ചിലപ്പോ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു പെട്ടു പോകുന്ന ഒരു അവസ്ഥ, നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കേഷൻ വാല്യൂ ഉള്ളതാണോ, അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നല്ല സർട്ടിഫിക്കേഷൻ ആണോ, ഓതറൈസ്ഡ് ആണോ, പിന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. സർട്ടിഫിക്കേഷൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തരാമെന്നും പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ 1 lakh 2 lakh ഒക്കെ വാങ്ങും. പക്ഷെ ആ ഡിപ്ലോമ സർട്ടിഫിക്കേഷനിൽ വാല്യൂ ഉള്ളതാണോ, ഇപ്പൊ അയാളുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതാണ്, ഇപ്പൊ നിങ്ങൾക്കത് വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻ കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങളിപ്പോ പുറത്തൊക്കെ പോയി ഒരു ഫോറിൻ കൺട്രിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ എപ്പോഴും അവരത് ശ്രദ്ധിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഞാൻ ഈ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും റെക്കഗ്നൈസ്ഡ് ആയ വർഷങ്ങൾക്ക് പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇക്കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുക എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുമ്പോൾ ഇനി പാട്ടുകളാണ് ഉയരയിൽ വരുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ദിസ് ഈസ് ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും അതിലേക്ക് എത്താനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാറുണ്ട്. ഈ എയർപോർട്ട് കോഴ്സുകളിലേക്ക് എത്തിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉയരയിലൂടെ കേട്ടറിഞ്ഞത്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് നിഷ മാം ആണ്, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏവിയേഷൻ ഫ്രം വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഖുസാറ്റ് കളമശ്ശേരി. മാം, നമ്മൾ ഈ ഒരു എയർപോർട്ട് കോഴ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസിയേഷൻ, എന്തൊക്കെയാണ് പല ഏരിയാസിനെ കുറിച്ച് സംസാരിച്ചു. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരിക്കുമ്പോൾ ഇപ്പം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഡ്രീം ഓക്കെ എന്നാൽ ഇത് തന്നെ ഉറപ്പിക്കാം എന്ന് അവരെത്തിയിട്ടുണ്ട്. സോ അവരോട് എന്താണ് മാമിന് പറയാനുള്ളത്, ആ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും കേട്ടുകൊണ്ടിരിക്കുന്നവരോടും? നിങ്ങളിപ്പോ എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളിപ്പോ ഏവിയേഷൻ കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിനെ ഓർത്തും നിങ്ങൾ വിഷമിക്കേണ്ട. ഉറപ്പായിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുള്ള ഒരു കോഴ്സ് തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പാരന്റ്സിനോടാണെങ്കിലും എനിക്ക് പറയേണ്ടത്, കുട്ടികൾ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്തായാലും ഏവിയേഷൻ കോഴ്സുകൾക്ക് അവരെ വിടുക എന്നുള്ളതാണ് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. കാരണം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവർക്ക് തന്നെ ഒരു സെൽഫ് എസ്റ്റീം അവർക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. കാരണം മറ്റുള്ളവര് BBIT പാസഞ്ചേഴ്സ് അവരെ ബഹുമാനിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, എപ്പോഴും ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് എപ്പോഴും എല്ലാവർക്കും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഏവിയേഷൻ ചൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അത് ഉറപ്പായിട്ടും എനിക്ക് ഇത് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പാരന്റ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഈ കോഴ്സ് ചൂസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും ഈ കോഴ്സ് ചൂസ് ചെയ്യാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അങ്ങനെ എയർപോർട്ട് കോഴ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ഏവിയേഷൻ കോഴ്സുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത്രയും നേരം പറഞ്ഞു തന്നത് നിഷ മാം ആണ്, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏവിയേഷൻ ഫ്രം വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഖുസാറ്റ് കളമശ്ശേരി. മാം, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം മാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആൻഡ് മാമിന്റെ ആ ഒരു ഹാപ്പിനെസ് ഇനിയും ഒരുപാട് പേരിലേക്ക് സ്പ്രെഡ് ആവട്ടെ. താങ്ക് യു ജോ, താങ്ക് യു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ജോയ്ക്കും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനും പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു ജോ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. യെസ്, ഇതുപോലെ ഓരോ കോഴ്സുകളെ കുറിച്ചും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ടല്ലേ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരമാണ്, സമയമാണ് ഉയരെ എന്ന് പറയുന്നത്. സോ എന്തായാലും ഇന്ന് ഉയരയുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ മെല്ലെ ബൈ പറയുകയാണ്. ദിസ് ഈസ് RJ Jo signing off from ഉയരെ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.